ഞങ്ങളുടെ കസിനും അളിയനും കൂടി ഞങ്ങൾ ഊട്ടിക്ക് ട്രിപ്പ് പോയ കഥയാണ്. ഞങ്ങൾ കസിൻസ് കുറേ കാലമായി എവിടേക്കെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ അളിയനോട് വന്നപ്പോൾ സംഭവം ഓണായി. അങ്ങനെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, സ്ഥലം തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാ പ്ലാനിങ്ങും ചെയ്ത് ഊട്ടിക്ക് പോയ ട്രിപ്പിൻ്റെ കഥയാണ്. അവരവിടുന്ന് അടിച്ച് പുറത്താക്കിയതും കൂടിയിട്ട് ജപ്പാൻകാരും കുറെ കാര്യം കള്ളു കുടിച്ചിട്ട് ജപ്പാനിലും കൊറിയയിലും തെറി ഞങ്ങളെ പുറത്താക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ തെറി വിളിക്കുമ്പോ എനിക്ക് ഇവര് കരയണതായിട്ട് തോന്നുന്നു. നമുക്ക് കോമഡി ആണല്ലേ? ആ സത്യായിട്ടു ഞാന് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വന്നാലോ? തോട്ടം അല്ല അങ്ങനെ പോകാൻ പാടോ? എന്താ പോയാ? എന്താ അഭിപ്രായം ഒരു മനസ്സിലാളേനെ ഊട്ടിയെ പറ്റി? മുമ്പ് ലാസ്റ്റ് എപ്പോഴാ പോയേക്കണേ? പറ, ഞാൻ സീരിയസ് നിനക്ക് മെമ്മറി അല്ലേ? പറ. ഞാന് ചെറുപ്പത്തിൽ പോയിട്ടില്ല. പിന്നെ പോയിട്ടില്ലേ? അപ്പൊ ഇതിൽ അടിപൊളി ട്രിപ്പ് ആവട്ടെ അല്ലേ? തകർക്കില്ല നമ്മള്. എന്നിട്ട് നാളുള്ള പോലെ ചിരി വരുന്നല്ലോ. നോക്കടാ, അത് ഓടിപ്പോണു. എന്റെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി അഭിപ്രായം പറയാം. ഊട്ടി വന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഊട്ടി എത്തിയിട്ടില്ല. ഊട്ടി ട്രിപ്പിനെ പറ്റി ഇത്രയും നല്ല അഭിപ്രായം. So far so good. അവസാനം ലാസ്റ്റ് ടൈം ഊട്ടി പോയതപ്പോഴാ? കൊല്ലം അങ്ങനെയൊന്നും പറയണ്ട. നീ എത്രയും പഠിക്കാന്ന് പറഞ്ഞാൽ മതി. നന്നേ ചെറുത്. 2013 നീ ചെറുതായിരുന്നു. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കായിരുന്നു. ഏയ് അങ്ങനെ പറയരുത്. എന്താണേ നന്ദാമൊക്കെ ചൻസറാളി ഇങ്ങോട്ട്. അതായത് ചൻസറാളിന്റെ ചിരിവള്ളി പൊട്ടിയിട്ട് ഗവൺമെന്റിന്റെ പരിപാടിയാ യൂക്കാലിറ്റിസ്. നാച്ചുറലൊന്നല്ല. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ലേ യൂക്കാലി. ഇതിനെന്തോരം പ്രായം ഉണ്ടോ? ഇടുക്കിയില് പോയ പോലെ ഇവിടെ നിന്നിട്ടേ ഞാൻ അവിടെ നിൽക്കാം. വേറെ പോയിപ്പോണ്ടല്ലോ അവിടെ എടുക്കാതോ. പിന്നീട് റോക്ക് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഏതാ വ്യൂ പോയിന്റ് ഇനി കിടക്കല്ലേ? 1 മണിയായിട്ട്. നാളെ എത്ര മണി വരെയാ ചെക്കൗട്ട്? ഉച്ച 12. മിക്കവാറും ഒരു ഞാൻ വരുന്നു തലശ്ശേരി തലക്കാരൻ റെസ്റ്റോറൻറ്റിൽ. ഇത് ഫുഡ് കിട്ടാന്നറിയില്ല, എനിക്ക് നോക്കാം. ഇത് എവിടെയാ കളിയാ സ്ഥലം? അതല്ലാന്ന് ഊട്ടി കറക്റ്റ് പ്രോപ്പർ ഊട്ടിയാണോ? പൊക്കാപ്പുറം മസനഗുടി അല്ലേ ഇതേങ്ങനെ? അവിടെ പോയാലോ? കട്ട് ചെയ്തല്ലേ? അല്ലല്ലേ, ഞാൻ നമ്മനെ വിളിക്കട്ടെ. മൂപ്പര് ടെൻഷനായി പോയി. മനപ്പുറം കട്ട് ചെയ്താള് വൈഫിനെ ചൊറിഞ്ഞിട്ട് കട്ട് ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പൊ ഞാനിങ്ങനെ നോക്കി. പിന്നെ ഏറ്റവും സ്പീഡില് ഒരു പണിയെടുക്കാൻ എപ്പോഴാന്ന് അറിയോ? 4:45, 5 മണിയാകുമ്പോ പോകുന്നുണ്ട്. പിന്നെ ആ നേരത്ത് പറഞ്ഞു ഭയങ്കര പണിയായിരിക്കും ഇവര്. അപ്പൊ ഇങ്ങനെ ഊട്ടിയിലെത്തി. നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി തലശ്ശേരി തക്കരം എന്ന ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് അടിച്ചു. കുഴപ്പമില്ല. 3 ബിരിയാണി, ഒരു ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ അളിയൻ മീൽസ്. അപ്പോൾ അങ്ങനെ. അപ്പം ഇനി ഇപ്പോൾ നിൽക്കുന്നത് ടൗൺ ഏരിയയിലാണ്. ഇതാളിയാന്ന്
നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ കോട്ടേജിലേക്ക് 5 കിലോമീറ്റർ കൂടെ ഉണ്ട്. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കുന്നൂറിൽ നിന്ന് ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി കാറിൽ പോയതുകൊണ്ടും കാറ് ഊട്ടിയിൽ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് ടാക്സിയിൽ വന്നിട്ട് കയറേണ്ടതുകൊണ്ടും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ പോണ വഴിക്കും വരണ വഴിക്കും ഞങ്ങൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഊട്ടിയിലെത്തി റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്ലാൻ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ കുരിയ? എന്താ നമ്മുടെ പ്ലാൻ പറ. പുറത്ത് പോകുന്നു, വ്യൂ പോയിന്റ് കാണാൻ പോകുന്നു. എവിടെ പോകുന്നാണ് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കണം അല്ലേ അളിയ? എവിടെ പോവാ അളിയ പറ. ഏതാണോ സ്ഥലം? എവിടെ പോവാ? അയ്യോ, ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് പോവാ. നല്ല സ്ഥലം. എന്നിട്ട് അവിടെ പോവാ. പിന്നെ 2-3 സ്ഥലങ്ങളുണ്ട് പ്ലാനിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി. അപ്പൊ നമ്മൾ കർണാടക കാടിൽ വന്നിരിക്കുന്നു. ഇവിടെ കാണാൻ ഒരുപാട് ഏരിയ ഉണ്ട്. ബഗ്ഗിയിൽ പോകാനുള്ള ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഏരിയ നടക്കാണ്ട്. നോക്കി നോക്കാം. ഹേയ് ഡോഗീസ്, 2 ഡോഗീസ് അവിടെ കിടന്ന് ആ വൈബ് പിടിക്കണം. ഈ പ്രായത്തിലൊക്കെ അലമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. കോട്ടേജസ് നമ്മുടെ കോട്ടേജിന് അത്ര പോരാ. നമ്മുടെ വേറെ വൈബ് തന്നെ ഏട്ടാ. എത്രയാണോ റേറ്റ് ഒക്കെ ഇവിടെയൊക്കെ? സെറ്റപ്പ് അല്ലേ? പറ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. ചെടി ഇവിടുത്തെ ചെടി വാങ്ങിയിട്ട് കാര്യമില്ല. നാട്ടിൽ പോയാ പിടിക്കൂ. അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് ഗുഹ. ക്യാപ്പ് അതിനും ക്യാപ്പ് ഉണ്ട്. ഏതാ ചെടി? 3 പേർക്കും 3000. ഗൈസ്, അവിടെ കർണാടക കാറിൻ്റെ ഉള്ളിൽ KTDCയുടെ കോട്ടേജുകളുണ്ട്. അതിന് ചെറിയ കോട്ടേജുകളാണ്. റേറ്റ് ചോദിച്ചപ്പോൾ 3 പേർക്ക് 3500 പ്ലസ് എക്സ്ട്രാ ബെഡിന് 1000 രൂപ. തലക്കേടില്ല, പക്ഷേ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊരു സംശയം. കാരണം അത്രയ്ക്കില്ല, ചെറിയ സെറ്റപ്പാണ്. ഇതൊക്കെ ഏത് ചെടിയാന്ന് ആരോട് ചോദിക്കുക? എവിടെ നോക്കില്ല നല്ല അടിപൊളി ആംബിയൻസ് അല്ല, സീനറിയുള്ള ഷോട്ട്സ് ക്യാമറയിൽ. എവിടെ നോക്കൂ, ഇവിടെ നോക്കിയാലും അളിയ. അതൊക്കെ ഇതിലത്തെ വീഡിയോ ആയിട്ട്. പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് വെന്യൂ 1500 രൂപ. കുഴപ്പമില്ല, തലക്കാടില്ല, കുഴപ്പമില്ല. ബാക്കിൽ പിന്നെ അവിടെ സൈഡിൽ മറ്റേ ഈ ഗ്രാസിൻ്റെ മെയ്സ് ഉണ്ട്. ഈ മിറർ മെയ്സ് പോലെ ഗ്രാസ് കൊണ്ട് അയ്യോ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ പേര്. പേര് മറന്നുപോയി. അപ്പോൾ ആ മെയ്സിലേക്ക് നമുക്ക് പോയി. മെയ്സ് റണ്ണർ സിനിമയുടെ പേര്. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പോയി നോക്കി നോക്കാം.
ഇതിപ്പോ വന്നപ്പോ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന 3 പിള്ളേരെ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തരുമെന്ന് ചോദിച്ചു. എടുത്തു കൊടുക്കാണ്. സെൽഫി എടുക്കേണ്ട ആവശ്യം നമുക്ക് ചോദിച്ചോക്കാം എന്താണ് അപ്പൊ അവര് പ്രൈവസി നമ്മള് കയറി ചെല്ലുന്നത് ഭയങ്കര മോശല്ലേ. ഇതേ ഫോട്ടോ എടുത്തോണ്ടിരിക്കണു. അമ്മേ മേസിന്റെ ഉള്ളിൽ പെട്ടു ഗൈസ്. ഇതിപ്പോ എക്സിറ്റ് ചെയ്താൽ മനസ്സിലാവാത്ത അവസ്ഥയായി. കുരിയ വഴി കിട്ടണ്ട അപ്പുറത്തേക്കുള്ളത്. ഇത് സിമ്പിളാ കുഴപ്പമില്ല. തെറ്റാൻ മാത്രം ഇല്ല പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ കോൺഫിഡൻസിൽ പറയും. അയ്യോ പുറത്തേക്ക് എത്തിയ സിമ്പിൾ മെയ്സാണ്. കൊള്ളാല്ലേ കുരിയ മെയ്സ്? കുഴപ്പമില്ല പക്ഷെ കൊള്ളാലും കൊള്ളാം. പുറത്തുനിന്ന് കാണുമ്പോൾ പെട്ടുപോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ല കുരിയ? ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഞാൻ വഴി വരാം. ഞാൻ അങ്ങനെ കറങ്ങി വരാം. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ പെട്ടു. കുരിയ അപ്പുറത്തെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ മറ്റേ ഫുട്പാത്ത് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി. സിമ്പിളാണ്. പേടിയാവില്ല അതിനോടെന്ന് കഴിഞ്ഞാൽ. അയ്യോ നല്ല ഉയരമുണ്ട്. അടിയിൽ നോക്കി കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. പക്ഷേ കുഴപ്പമില്ല. അയ്യോ അടിയിൽ പൂളാ. നേരെ അടിയിൽ മറ്റേ ഫിഷിന്റെ പോണ്ട. നിലത്തേക്ക് വീണാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ. കർണാടക പാലസ് കണ്ട് തളർന്നു വന്നിരിക്കുന്ന അളിയനും നമ്മൾ. കർണാടക ഗാർഡൻ. കർണാടക ഗവൺമെന്റ് ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. കർണാടക പോലീസിന്റെ കേസിൽ ജസ്റ്റ് ഒഴിവായത്. അതപ്പോ അത് വീഡിയോ വരും. അത് വരും. ഇത് ഫുള്ള് വരും. ഞാൻ പറഞ്ഞത് കേസ് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അപ്പൊ കുറെ കേസായി. 5-6 കേസായി. ഏത് കേസാന്ന് ഓർമ്മ വരുന്നില്ല. ഇങ്ങട് അപ്പൊ ഒരു ഫോട്ടോ സെഷൻ. നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറിക്കാണ്. പെഡൽ ബോട്ട്. 4 പേരുടെ പെഡൽ ബോട്ടിൽ കയറിക്കാണ് ഊട്ടിയിലേക്ക്. 4 പേർക്ക് 475 രൂപ. കുരിയ സുഖല്ലേ? നല്ല സുഖമുണ്ടല്ലേ? യോ അയ്യോ അവിടെ തിരിക്കാൻ പറ്റ പാട്. ബൗണ്ടറിയുടെ അവിടെ എത്തിയിട്ട് തിരിക്കാനാണ് പണി. നമുക്കൊരു സർക്കിൾ അടിക്കാൻ പോവാ. വണ്ടിക്കോട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ബൗണ്ടറി ഉണ്ട്. അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വണ്ടി തിരിക്കാനായിട്ട് കുറച്ച് പണി കിട്ടും. കാരണം റൈറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് പോകും, ലെഫ്റ്റ് തിരിച്ചാൽ റൈറ്റ് പോകും. പക്ഷെ റിവേഴ്സ് പെടൽ ചവിട്ടുമ്പോൾ ലേഡീസാണ്. അപ്പം അങ്ങനെ കുറച്ച് 5 മിനിറ്റ് അവിടെ കറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ നമ്മളെത്താറായി. ഇറക്കിയതാണ്. അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. വീണ്ടും അങ്ങോട്ട് തന്നെ പോണു. ഫ്രണ്ടിലോട്ടാണോ പോണേ ബാക്കിലോട്ടാണോ പോണേന്ന് ആർക്കറിയില്ല. ഫ്രണ്ടിലേക്ക് ചോട്ടുമ്പോ ബാക്കിലേക്ക് പോണു, ബാക്കിലേക്ക് ചോട്ടും. ഒരു വട്ടം കറങ്ങി വീണ്ടും ഇറങ്ങാൻ പോകും.
ഞാൻ ചവിട്ടാന്ന് പറഞ്ഞതാ. അയ്യോ സൗണ്ട് കൂടുതലാ. ഹൗസ് ബോട്ട് നമ്മളെ പറ്റിച്ചു കൈസ്. ചവിട്ടുമ്പോ ഭയങ്കര സൗണ്ട്, നാട്ടുകാർ മൊത്തം കേൾക്കുക. ആൾക്ക് ഇതൊരുമാതിരി സൗണ്ടുള്ള പെടൽ ബോട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടി ഏതാ നോക്കിയിട്ട് ആയിരിക്കും പോകാൻ നിൽക്കണം. പോവാ സസ്പെൻഷൻ ബ്രിഡ്ജ് പോണോ, ഗോ കാർട്ട് പോണോ, പോണോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ അടുത്ത സ്ഥലം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ടോയ്സിൻ്റെ ഇവിടെ പേരറിയില്ല, പേരറിയാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൊള്ളാം. പക്ഷെ നമ്മളിത് കളിക്കില്ല, കാരണം നമ്മൾ പ്രായം വലുതായില്ലേ, അതിലെ കുട്ടികളായില്ലേ. കൂടെ ഒന്നും ആൾക്കാരെ കാണാനല്ലോ. മസാജിങ് ചെയർ, ബമ്പർ കാർസിൻ്റെ വില. ബമ്പർ കാറുള്ളത് ഒറ്റപ്പെട്ട വന്നു. ഇപ്പം എൻ്റെ കണ്ടു 20 രൂപ 20 രൂപ 20 രൂപ ടിക്കറ്റ് ഇങ്ങോട്ട്. പിന്നെ എല്ലാ തിരക്കുണ്ടായിരുന്നു. കാരണം ഇത്തിരി പാടുപെട്ടെങ്കിലും കുഴപ്പമുണ്ടായില്ല അല്ലേ അളിയാ? കോരിക്കൊണ്ട് പോണ്ട വരട്ടാ. ഫുൾ എനർജറ്റിക് ആയിട്ട് സ്റ്റെപ്പൊക്കെ ഓടിച്ചാടി കയറുന്നുണ്ട്. അവിടെ പോയി അങ്ങനെ അങ്ങനെ നിന്ന് 4 സ്റ്റെപ്പ് കയറിയുള്ളൂ. ഒറ്റപ്പെട്ടയുടെ മറ്റേ ബൈനോക്കുലർ ടവറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി കഴിഞ്ഞാൽ അടിയിലേക്കൊരു ശ്വാസം മുട്ടുന്നുണ്ട്. വ്യൂ പോയിന്റ് പോലെയുണ്ട്. അവിടെ പോയി മറ്റേ ബൈനോക്കുലർ വ്യൂ പോയിന്റിലേക്ക് കയറാൻ പറ്റും നോക്കട്ടെ, ടവറിലേക്ക് കയറാൻ പറ്റും നോക്കട്ടെ. അതിന് ശേഷം നമ്മൾ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും അല്ലേ കുരിയ? കുര്യനെ ഒരു കുഴപ്പമില്ലാതെ പാറക്കല് പോലെ നടക്കണം. സത്യം പറടാ, എനിക്കത് കഥയ്ക്കാത്ത കുര്യനെ അതുകൊണ്ടാവും. നിങ്ങൾക്ക് ശരിയല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. അയ്യോ പാടുപെട്ടും. നമ്മൾ അവിടെ വണ്ടി കുറച്ച് ഇറക്കത്തിട്ട് നടന്നിട്ട് കയറി വന്നത്. അപ്പം തന്നെ ഒരു പണിയായി. ശേഷം ഇപ്പം ഇവിടെ സ്റ്റെപ്പുണി കയറിയപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു ക്ഷീണം, ഓവറായിട്ടൊന്നുമില്ല. Give us some way.